ഹലോ ഗൈസ്, ഇന്നലെ രാത്രിയായപ്പോൾ ഒരു ടീക്ക് ഐസ്ക്രീം കഴിക്കണം. രാത്രി 10:30 പറയാൻ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയല്ലോ. അപ്പോൾ എനിക്ക് ഓൾറെഡി കുറച്ച് വിശപ്പൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ പറഞ്ഞാൽ ഓക്കെ. പക്ഷേ എൻ്റെ തൊണ്ട വയ്യാത്തത് കൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ ഒരു രീതിയിലും പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ദേശാഭിമാനി റോഡിലേക്ക് ഇറങ്ങി. നമ്മുടെ അമ്മയില്ലേ, അമ്മ അസോസിയേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബേക്കറി ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കയറി. അവൾ ഐസ്ക്രീം പറയാൻ വേണ്ടി വന്നിരുന്നിട്ട് അവസാനം ആ ഷട്ടിക്ക് ഐസ്ക്രീം കിട്ടിയില്ല. അവസാനം പിന്നെ ആ ഷട്ടി സർബത്ത് പറഞ്ഞു കേട്ടോ. സർബത്ത് പറഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ തൊണ്ടയൊക്കെ ഇഷ്യൂ ആയതുകൊണ്ട് ഒരു കോഫിയിൽ ഒതുക്കി. ഇതൊക്കെ പൊട്ടതൊക്കെ വന്നിരുന്ന് കഴിഞ്ഞ് പൊരുത്തി വേണോ, എനിക്ക് കുറച്ചൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനതിലൊക്കെ സഹിച്ചുകൊണ്ട് ഐസ്ക്രീമും തണുത്ത ആഹാരങ്ങളും ഏറെ പ്രിയപ്പെട്ട ഞാൻ എൻ്റെ തൊണ്ട വയ്യാതിരിക്കുന്ന ഒരൊറ്റ സാഹചര്യം മുതലെടുത്തുകൊണ്ട് മാത്രം ഞാൻ കോഫി പറഞ്ഞു. എന്തായാലും വലിയ സീനില്ല കേട്ടോ, നല്ല കോഫിയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, കോഫി വേണോ, ഒരു കവള് കുടിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ആ ഷട്ടി ഇച്ചിരി കുടിച്ച് നോക്കി കേട്ടോ. പിന്നെ അതിന് ശേഷം എന്താ പറയുക, എൻ്റെ തണുപ്പിനോട് വിട പറഞ്ഞുകൊണ്ട് ഞാൻ കോഫി കുടിച്ചു. ഐസ്ക്രീം കഴിക്കാൻ വന്നേ ഇപ്പൊ തട്ടണ വരെ അപ്പം നിങ്ങൾ കേട്ടല്ലോ ഗൈസ്, ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയതാണ്. ഈ പൈസ കുറച്ചൊക്കെ ഉള്ളപ്പോൾ കുറച്ചെടുക്കണം. 60 രൂപയുടെ ഷേക്ക് നമ്മൾ കുടിക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവസാനം പൊട്ടിച്ച പൈസ എത്ര നമ്മൾ കോമഡി എടുത്തി പറഞ്ഞ. അവസാനം ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലുള്ള ഇവിടെ വന്നു. ഇവിടെ നൈറ്റാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് അതുപോലെ എന്തോ നൂഡിൽസ് സംഭവങ്ങളൊക്കെ കിട്ടാം. അപ്പം അവിടെ വന്നിരുന്നപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു ചിക്കൻ നൂഡിൽസ് പറഞ്ഞു. സെൽഫി എടുക്കാമെന്നും പറഞ്ഞ് വലിയ പോസ്റ്റ് ചെയ്യണം കേട്ടോ. ശരി, സത്യം പറഞ്ഞ സെൽഫി അല്ലെന്ന് പിന്നെയാണ് അറിയുന്നത്. അങ്ങനെ ഒരു ഐസ്ക്രീം കഴിക്കൽ വന്ന് ഞങ്ങൾ സർബത്തും കഴിച്ചതാ, നൂഡിൽസും വാങ്ങിയിട്ട് പൊക്കോണ്ടിരിക്കും. പൈസയൊക്കെ പോകുന്ന വഴി. അങ്ങനെ സർബത്തിനും ചായക്കും കൂടി 35. ഇവിടെ ഒരു നൂഡിൽസ് വാങ്ങിന് 80. അങ്ങനെ ഞങ്ങൾ 60 രൂപ കൂടുതൽ പൊട്ടിച്ച് കേട്ടോ, നാലിച്ച് വെക്കണം. അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോസ്റ്റൽ റൂമിൽ വന്നു. ഒരെണ്ണം വലിയ വാങ്ങിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ നമ്മൾ കഴിക്കണം. അങ്ങനെ പിന്നെ സോസൊക്കെ അതിനെ പുറത്തൊഴിച്ച് ഞങ്ങൾ കഴിപ്പ് തുടങ്ങി. വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് കേട്ടോ ഒരെണ്ണം വാങ്ങി, അല്ലെങ്കിൽ ഇത് ഒരാൾക്ക് തികയുന്ന കാര്യമല്ല. അങ്ങനെ ഞങ്ങൾ തന്നെ ഇനി നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പരാതിയില്ല. ഇപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.